ആദ്യത്തെ ചോദ്യം 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മിഥിലി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏത്? ഓപ്ഷൻസ്: പാകിസ്ഥാൻ, ഇന്ത്യ, മാലിദ്വീപ്, നേപ്പാൾ. ആൻസർ: ഓപ്ഷൻ സി, മാലിദ്വീപ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഏത്? ഓപ്ഷൻസ്: ഡിജി കേരളം, ഡിജിറ്റൽ സ്റ്റേറ്റ്, ഇ വിജ്ഞാൻ കേരള, ഇ ലേൺ കേരള. ആൻസർ: ഡിജി കേരളം. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ഏത്? ഓപ്ഷൻസ്: US, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, കാനഡ. ആൻസർ: ഓപ്ഷൻ സി, ബ്രിട്ടൻ. കൊച്ചി കോർപ്പറേഷനിൽ നടപ്പാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: അപസ്മാരം, ക്ഷയം, പാർക്കിൻസൺ, ഡിമെൻഷ്യ. ആൻസർ: ഓപ്ഷൻ ഡി, ഡിമെൻഷ്യ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻസ്: SK വസന്തൻ, സേതു, PN ഗോപികൃഷ്ണൻ, M ലീലാവതി. ആൻസർ: ഓപ്ഷൻ എ, SK വസന്തൻ. 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: കൂടിയാട്ടം, കഥകളി, തെയ്യം, കളരിപ്പയറ്റ്. ആൻസർ: ഓപ്ഷൻ ബി, കഥകളി. 2023 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ഏത്? ഓപ്ഷൻസ്: ആട്ടം, ഗരുഡൻ, ജവാനും മുല്ലപ്പൂവും, പൂക്കാലം. ആൻസർ: ഓപ്ഷൻ എ, ആട്ടം. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാര്? ഓപ്ഷൻസ്: PR ശ്രീജേഷ്, ഹർമൻപ്രീത് സിംഗ്, സുകേഷ് പാത്തവ, ഹിരൺകുമാർ ലാൽ. ആൻസർ: ഓപ്ഷൻ എ, PR ശ്രീജേഷ്. ഈയിടെ അന്തരിച്ച ഡോക്ടർ MS വല്യത്താൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: കല, സാമൂഹിക സേവനം, സ്പോർട്സ്, ആരോഗ്യം. ആൻസർ: ഓപ്ഷൻ ഡി, ആരോഗ്യം. രാജ്യാന്തര ചെസ് ഫെഡറേഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിക്കുന്നത്? ഓപ്ഷൻസ്: 25, 75, 100, 150. ആൻസർ: ഓപ്ഷൻ സി, 100. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാൾ സ്വദേശി അല്ലാത്ത വ്യക്തിയാര്? ഓപ്ഷൻസ്: എ, പീറ്റർ ബോഡ്മാൻ, കെൻഡൻ കൂൾ, അന്നബെല്ല ബോണ്ട്, ക്രിസ് ബോണിംഗ്ടൺ. ആൻസർ: ഓപ്ഷൻ ബി, കെൻഡൻ കൂൾ. 2024 76ാമത് കരസേനാ ദിനാഘോഷത്തിന്റെ വേദി ഏത്? ഓപ്ഷൻസ്: പ്രയാഗ് രാജ്, ലക്നൗ, ഡൽഹി, ഇൻഡോർ. ആൻസർ: ഓപ്ഷൻ ബി, ലക്നൗ. വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഏത്? ഓപ്ഷൻസ്: ഒഡീസിയസ് IM-1, ആമസോണിയ 1, പെരഗ്രിൻ മിഷൻ 1, ലൂസി. ആൻസർ: ഓപ്ഷൻ എ, ഒഡീസിയസ് IM-1. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതി അറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻസ്: എ, ഉണർവ്, നേർവഴി, യെല്ലോ ലൈൻ, സഹിതം. ആൻസർ: ഓപ്ഷൻ ബി, നേർവഴി. ചന്ദ്രയാൻ 3 മിഷന്റെ ഡയറക്ടർ ആര്? ഓപ്ഷൻസ്: വനിതാ മുത്തയ്യ, വീരമുത്തുവേൽ, S അരുണൻ, S മോഹനകുമാർ. ആൻസർ: ഓപ്ഷൻ ഡി, S മോഹനകുമാർ. ഡൽഹിയിൽ നടന്ന 75ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആദിവാസി വിഭാഗത്തിലെ ബാലനാര്? ഓപ്ഷൻസ്: പ്രണവ്, ആദിത്യൻ, വിഷ്ണു, അബിൻ. ആൻസർ: ഓപ്ഷൻ എ, പ്രണവ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാര്? ഓപ്ഷൻസ്: സോജൻ ജോസഫ്, സാജൻ വർഗീസ്, സാബു ജോസഫ്, ഷാജൻ തോമസ്. ആൻസർ: ഓപ്ഷൻ എ,
സോജൻ ജോസഫ്. 2023 മികച്ച ജില്ലയ്ക്കുള്ള ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ല ഏത്? ഓപ്ഷൻസ്: പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ. ആൻസർ: ഓപ്ഷൻ സി, മലപ്പുറം. 2023 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ കായികതാരമാര്? ഓപ്ഷൻസ്: പി ആർ ശ്രീജേഷ്, എൽദോസ് പോൾ, അബൂബക്കർ, എം ശ്രീശങ്കർ. ആൻസർ: ഓപ്ഷൻ ഡി, എം ശ്രീശങ്കർ. ഈ വർഷത്തെ മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത് ആര്? ഓപ്ഷൻസ്: പൂജ മിത്ര, സിനി ഷെട്ടി, അനാമിക സുധിൻ, ട്രീസ. ആൻസർ: ഓപ്ഷൻ ബി, സിനി ഷെട്ടി. 2023 മെർലിൻ പുരസ്കാരം ലഭിച്ച അശ്വിൻ പറവൂർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: മാജിക്, കല, കായികം, സാമൂഹ്യ സേവനം. ആൻസർ: ഓപ്ഷൻ സി, മാജിക്. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഏതു രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? ഓപ്ഷൻസ്: ബ്രസീൽ, റഷ്യ, ഇറാൻ, നോർവേ. ആൻസർ: ഓപ്ഷൻ സി, ഇറാൻ. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQ എയർ റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായുമലിനീകരണം നേരിടുന്ന രാജ്യം ഏത്? ഓപ്ഷൻസ്: ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ. ആൻസർ: ഓപ്ഷൻ എ, ബംഗ്ലാദേശ്. 2024 UN ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഓപ്ഷൻസ്: 122, 126, 132, 136. ആൻസർ: ഓപ്ഷൻ ബി, 126. തെരുവ് ബാല്യ വിമുക്ത കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻസ്: ശരണബാല്യം, പൊൻവാക്ക്, കളിക്കൂട്ടം, വിദ്യാജ്യോതി. ആൻസർ: ഓപ്ഷൻ എ, ശരണബാല്യം. കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിൻ ഏത് രോഗബാധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: HIV, മലേറിയ, ക്ഷയം, കുഷ്ഠം. ആൻസർ: ഓപ്ഷൻ എ, HIV. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആര്? ഓപ്ഷൻസ്: S ഹരീഷ്, പ്രഭാവർമ്മ, EV രാമകൃഷ്ണൻ, സക്കറിയ. ആൻസർ: ഓപ്ഷൻ സി, EV രാമകൃഷ്ണൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്ന നഗരം ഏത്? ഓപ്ഷൻസ്: ബോംബെ, ഹൈദരാബാദ്, ന്യൂഡൽഹി, സൂറത്ത്. ആൻസർ: ഓപ്ഷൻ ഡി, സൂറത്ത്. കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് നൽകിയിരുന്ന പേരെന്ത്? ഓപ്ഷൻസ്: അഭിനവ, വർണ്ണപ്പകിട്ട്, മഴവില്ല്, പ്രൈഡ്. ആൻസർ: ഓപ്ഷൻ ബി, വർണ്ണപ്പകിട്ട്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ മലയാളി ആര്? ഓപ്ഷൻസ്: അജിത് കൃഷ്ണൻ, അർജുൻ ചന്ദ്രൻ, അങ്കദ് പ്രതാപൻ, പ്രശാന്ത് ബാലകൃഷ്ണൻ. ആൻസർ: ഓപ്ഷൻ ഡി, പ്രശാന്ത് ബാലകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യ AICTI വികസിപ്പിക്കുന്ന നഗരം ഏത്? ഓപ്ഷൻസ്: ലക്നൗ, ഇൻഡോർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്. ആൻസർ: ഓപ്ഷൻ എ, ലക്നൗ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൽകുന്ന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: പഞ്ചാബ്, കർണാടക, ഹരിയാന, കേരളം. ആൻസർ: ഓപ്ഷൻ സി, ഹരിയാന. പോളോ കളിക്കാരന്റെ 120 അടി ഉയരമുള്ള പ്രതിമ 2023 ജനുവരി 6 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻസ്: ലത്തൂർ, ഇംഫാൽ, ലക്നൗ, അഹമ്മദാബാദ്. ആൻസർ: ഓപ്ഷൻ ബി, ഇംഫാൽ. 2023 37ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ത്? ഓപ്ഷൻസ്:
വീര എന്ന ചീറ്റ, ജൂഹി എന്ന ആന, മോഗ എന്ന കാട്ടുപോത്ത്, സാവജ് എന്ന സിംഹം. ആൻസർ ഓപ്ഷൻ സി, മോഗ എന്ന കാട്ടുപോത്ത്. 2023 ഓഗസ്റ്റിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയ ചുഴലിക്കാറ്റിന്റെ പേരെന്ത്? ഓപ്ഷൻസ്: ഗാനൂൻ, ഇയാൻ, ഹൈക്കുയ്, ഇഡാലിയ. ആൻസർ ഓപ്ഷൻ എ, ഗാനൂൻ. അടുത്തിടെ അന്തരിച്ച വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരി ആര്? ഓപ്ഷൻസ്: സി പി റോസമ്മ, കെ ബി ശ്രീദേവി, സരോജിനി നാരായണൻ, പി വത്സല. ആൻസർ ഓപ്ഷൻ ഡി, പി വത്സല. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഏത്? ഓപ്ഷൻസ്: അമൃത് ഭാരത് എക്സ്പ്രസ്, വന്ദേ മെട്രോ, ഭാരത് ഗൗരവ് ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ. ആൻസർ ഓപ്ഷൻ ബി, വന്ദേ മെട്രോ. UN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഓപ്ഷൻസ്: പാകിസ്ഥാൻ, അമേരിക്ക, ചൈന, ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ. അവസാനത്തെ ചോദ്യം: 2023 മെയ് 28-ന് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആര്? ഓപ്ഷൻസ്: നരേന്ദ്രമോദി, ദ്രൗപതി മുർമു, അമിത് ഷാ, അരുൺ മിശ്ര. ആൻസർ ഓപ്ഷൻ എ, നരേന്ദ്രമോദി.